ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ഒ എസ് ഐ മോഡലാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബിഫോർ മൂവിങ് ടു ദ ടോപ്പിക് ഒ എസ് ഐ മോഡൽ, വി നീഡ് ടു നോ വാട്ട് എ പ്രോട്ടോകോൾ ഇസ് ആൻഡ് വാട്ട് ഇസ് പ്രോട്ടോകോൾ ലെയറിംഗ്. എന്നാലേ നമുക്ക് ഒ എസ് ഐ മോഡലൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ. പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ദറ്റ് ബോത്ത് ദ സെൻഡർ ആൻഡ് റിസീവർ ഷുഡ് ഫോളോ ടു മേക്ക് ദ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്. It defines the rules that both the sender and receiver and all intermediate devices need to follow to be able to communicate effectively. പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഒന്നുമില്ല, ജസ്റ്റ് സെറ്റ് ഓഫ് റൂൾസ് ആണ്. നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർലി നടക്കണമെങ്കിൽ സെൻഡർ, റിസീവർ, പിന്നെ അവർക്ക് നടുക്കുള്ള വേറെ ഇൻ്റർമീഡിയറ്റ് ഡിവൈസസ് എല്ലാം ഈ സെറ്റ് ഓഫ് റൂൾസിനെ ഫോളോ ചെയ്യണം. എന്നാലേ നമുക്ക് ഇത് നടക്കത്തുള്ളൂ, കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിട്ട് നടക്കത്തുള്ളൂ. ഇനിയുള്ള ഒരു ടോപ്പിക്കാണ് പ്രോട്ടോകോൾ ലെയറിംഗ്. നമുക്കിപ്പോൾ സിമ്പിൾ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രോട്ടോകോൾസ് മതി, സിമ്പിൾ റൂൾസൊക്കെ മതി, കമ്മ്യൂണിക്കേഷൻ അവിടെ എഫക്റ്റീവായിരിക്കും. സപ്പോസ് കമ്മ്യൂണിക്കേഷൻ കോംപ്ലെക്സ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ടാസ്കിനെ ഡിഫറെൻറ്റ് ലെയേഴ്സിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ഓരോ ലെയറിലും നമ്മൾ സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യണം. അതാണ് പ്രോട്ടോകോൾ ലെയറിംഗ്. പ്രോട്ടോകോൾ ലെയറിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സിംഗിൾ ലെയർ ഉണ്ട്, 3 ലെയർ പ്രോട്ടോകോൾ ലെയറിംഗ് ഉണ്ട്, ആൻഡ് പിന്നെന്താ ഉള്ളത്, 4 ലെയർ പ്രോട്ടോകോൾസ് ഉണ്ട്, 7 ലെയർ പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്. ഇതിൽ 7 ലെയർ പ്രോട്ടോകോളിൽ വരുന്നതാണ് OSI മോഡൽ, ആൻഡ് 4 ലെയർ ആണെങ്കിൽ TCP IP വരും. ഇതിൽ സിംഗിൾ ലെയർ ആൻഡ് 3 ലെയറിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്സ് ഒക്കെ റെഫർ ചെയ്യാം. നമ്മളുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള ബുക്കാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എ ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഇതിൽ ഫ്രം പേജ് നമ്പർ 9 ഇതിൻ്റെ ഡെഫിനിഷൻ വിത്ത് എക്സാമ്പിൾ ഡയഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ടേ നിങ്ങൾ ബുക്കൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും. മേ ബി ബുക്കിൻ്റെ ഇത് അപ്ലോഡ് ആക്കിയാൽ കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ് ഞാൻ ബുക്ക് അത്രയ്ക്ക് യൂസ് ചെയ്യാത്തത്. ആൻഡ് ഇതിൽ ഡെഫിനിഷൻസ് കൂടുതൽ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബുക്കൊന്ന് റെഫർ ചെയ്യാം. ഇത് സിംഗിൾ ലെയർ പ്രോട്ടോക്കോളാണ്. ഇതിൽ 2 പേര് സംസാരിക്കുക, A and B, 2 പേഴ്സൺസ് ഉണ്ട്, അവർ സംസാരിക്കുകയാണ്. ഇതൊരു സിമ്പിൾ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ലെയേഴ്സ് ഒന്നും വേണ്ട, പ്രോട്ടോക്കോൾസും സിമ്പിൾ പ്രോട്ടോക്കോൾസ് മതി. ഇനി 3 ലെയർ പ്രോട്ടോക്കോൾ ആകുമ്പോൾ നമ്മൾ ഒരു മെയിൽ അയക്കുന്നത് പോലെ കൺസിഡർ ചെയ്യാം. ആദ്യം നമ്മളൊരു മെയിലിനെ അയക്കും, ആ മെയിൽ എൻക്രിപ്റ്റ് ചെയ്യണം, എന്നിട്ട് അത് ഡെലിവർ ചെയ്യണം. ഓക്കെ, ഇതാണ് 3 ലെയർ പ്രോട്ടോക്കോളിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഒരു ഡിവൈസ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ഡിവൈസ് ആ ഒരു മെസ്സേജിനെ റിസീവാണ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഫങ്ഷണാലിറ്റീസാണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഡിവൈസ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഡിവൈസ് റിസീവ് ചെയ്യണം, ഇത് റിസീവ് ചെയ്യുവാണെങ്കിൽ ഇത് സെൻഡ് ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ് സൈഫർ ടെക്സ്റ്റായിട്ട് എൻക്രിപ്റ്റ് ആവും. ദെൻ അത് റിസീവറിൻ്റെ എൻഡിൽ പോകുമ്പോൾ പ്ലെയിൻ ടെക്സ്റ്റായിട്ട് വീണ്ടും ഡീക്രിപ്റ്റ് ആവും. ഇത് ഒരു 3 ലെയർ പ്രോട്ടോക്കോളിൻ്റെ എക്സാമ്പിളാണ്. ഇനി വരുന്നതാണ് നമ്മളുടെ OSI മോഡൽ. OSIൻ്റെ ഫുൾ ഫോമാണ് ഓപ്പൺ സിസ്റ്റംസ് ഇൻ്റർ കണക്ഷൻ. ഈ OSI മോഡൽ iOSൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻ. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് ആണ് ദറ്റ് അലൗസ് എനി 2 ഡിഫറെൻറ്റ് സിസ്റ്റംസ് ടു കമ്മ്യൂണിക്കേറ്റ് റിഗാർഡ്ലെസ് ഓഫ് ദിയർ അണ്ടർലൈങ് ആർക്കിടെക്ചർ. ഈ OSI മോഡൽ ലെയർഡ് ഫ്രെയിം വർക്കാണ്. ഇതിൽ 7 ലെയേഴ്സാണ് ഉള്ളത്. ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. ഈ ആപ്ലിക്കേഷൻ ലെയറാണ് ഏറ്റവും ടോപ്പിലുള്ളത്. ഇതാണ് യൂസറുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഒരു ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ. ആൻഡ് ഏറ്റവും താഴെയുള്ള ലെയറാണ് ഫിസിക്കൽ ലെയർ. ഓക്കെ, ഇതിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഈ ആപ്ലിക്കേഷൻ ലെയറാണ് യൂസറായിട്ട് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ലെയർ. ദ ക്ലയൻറ്റ് സെൻസ് റിക്വസ്റ്റ് ടു ദ സെർവർ. ഈ ആപ്ലിക്കേഷൻ ലെയേഴ്സൊക്കെ വെച്ചിട്ടാണ് ക്ലയൻറ്റ്സ് സെർവറിന് റിക്വസ്റ്റൊക്കെ കൊടുക്കുന്നത്. ദെൻ ഉള്ളതാണ് പ്രസൻറ്റേഷൻ ലെയർ. പ്രസൻറ്റേഷൻ ലെയറിൽ യൂഷ്വലി നടക്കുന്നത് ഡേറ്റ ഫോർമാറ്റിംഗ്, എൻക്രിപ്ഷൻ, കംപ്രഷൻ, ഇതൊക്കെയാണ് പ്രസൻറ്റേഷൻ ലെയറിൽ നടക്കുന്നത്. ദെൻ സെഷൻ ലെയർ. സെഷനാണ് ഈ It manages and maintains the session between client and server. Then transport layer. Transport layer ensures reliable data delivery using protocols like TCP or UDP. Then network layer. It determines the best path for the transmission over the network. Then data link layer. It converts the data into frames for transmission over the network. And physical layer. Transfer data as electric signals, radio waves or optical signals. ഇതിൻ്റെയൊക്കെ ഒരു ഷോർട്ട് ഡെഫിനേഷൻസ് ആണ്. ഇനി ഇത് ഓരോ ലെയേഴ്സിനെയും കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇത് ഡിവൈസ് A ആണ്, ഇത് ഡിവൈസ് B ആണ്. ഡിവൈസ് Aയിൽ ഈ 7 ലെയേഴ്സ് ഉണ്ട്, ആൻഡ് ഡിവൈസ് Bയിലും 7 ലെയേഴ്സ് ഉണ്ട്.
ആൻഡ് ഈ ഡിവൈസ് എയിലുള്ള ആപ്ലിക്കേഷൻ ലെയർ വേറൊരു ഡിവൈസിലുള്ള ആപ്ലിക്കേഷൻ ലെയറായിട്ട് കണക്ട് ചെയ്തിരിക്കും. ആൻഡ് ഫിസിക്കൽ ലെയർ, ഇങ്ങനെ എല്ലാ ലെയേഴ്സും കണക്റ്റ് ആയിരിക്കും. ആൻഡ് ഈ രണ്ട് ഡിവൈസിന് നടുക്ക് വേറെ ഇൻ്റർമീഡിയറ്റ് നോഡ്സും കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു ഡയഗ്രാം. ഈ ഒരു PDF ഞങ്ങൾക്ക് മിസ്സ് ക്ലാസ് എടുക്കുമ്പോൾ യൂസ് ചെയ്ത PDF ആണ്. ഇതിൽ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഇതിലില്ലാത്ത പോയിൻറ്റ്സ് ഞാൻ ഫെയർ നോട്ട് എഴുതുമ്പോൾ അതിലുണ്ടാവും. അപ്പോൾ അത് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ആക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഇതിലുള്ള ഏറ്റവും താഴെയുള്ളത്, ലോവസ്റ്റ് ലെവലിലുള്ളതാണ് ഫിസിക്കൽ ലെയർ. ഈ ഫിസിക്കൽ ലെയറിൽ വരുമ്പോൾ ഡേറ്റാസ് എല്ലാം ബിറ്റ്സിൻ്റെ ഫോർമാറ്റിലായിരിക്കും. ദ ഡേറ്റാസ് ഇൻ ദ ഫിസിക്കൽ ലെയർ ഇസ് ഇൻ ദ ഫോം ഓഫ് ബിറ്റ് സ്ട്രിങ്സ്. ഇതാണ് ഫിസിക്കൽ ലെയറിലുള്ള ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഈ ഫിസിക്കൽ ലെയറിന് ഡേറ്റ വരുന്നത് ഫ്രം ഡേറ്റ ലിങ്ക് ലെയറാണ്. ആൻഡ് ഈ ഫിസിക്കൽ ലെയറിൽ നിന്നാണ് അടുത്ത ഡിവൈസിൻ്റെ ഫിസിക്കൽ ലെയറിലോട്ട് ഡേറ്റ പോകുന്നത്. ഇതൊരു ഡിവൈസാണ്. ഇതിൽ ഡേറ്റാസ് എല്ലാം ബിറ്റ്സിൻ്റെ ഫോർമാറ്റിലാണുള്ളത്. ഇത് വേറൊരു ഡിവൈസാണ്. ഇതാണ് സെൻഡർ, ഇത് റിസീവർ. ഇറ്റ് ഡീൽസ് വിത്ത് ദ ട്രാൻസ്മിഷൻ ഓഫ് ബിറ്റ് സ്ട്രീംസ് ഓവർ ദ ട്രാൻസ്മിഷൻ മീഡിയം. ഇറ്റ് ഹാൻഡിൽസ് ദ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷൻസ് ഓഫ് ദി മീഡിയം. ഈ ഒരു ഫിസിക്കൽ ലെയറാണ് രണ്ട് ഡിവൈസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഇറ്റ് മേ ബി വയേർഡ് ഓർ വയർലെസ്, എങ്ങനെ വേണമെങ്കിലും ആയിരിക്കാം. ഇതാണ് ഫിസിക്കൽ ലെയർ. ഇവിടെയാണ് ആക്ച്വൽ കണക്ഷൻ ആൻഡ് ഡേറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നത്. ആൻഡ് ഇതിലുള്ള ഡേറ്റാസ് എല്ലാം ഈ ലെയറിൽ വരുമ്പോൾ ഡേറ്റാസ് എല്ലാം ബിറ്റ് സ്ട്രിങ്ങിൻ്റെ ഫോർമാറ്റിലായിരിക്കും. ആൻഡ് ഫിസിക്കൽ ലെയർ ക്യാൻ ഓൾസോ ഹാൻഡിൽസ് ദ ഫോളോയിങ്: physical characteristics of interfaces and medium, representation of bits, data rate, synchronization of bits, line configuration, physical topology, transmission modes. ഇതെല്ലാം ഈ ഫിസിക്കൽ ലെയറാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ആണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻ്റർഫേസസ് ആൻഡ് മീഡിയ. ഇതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ മീഡിയ യൂസ്ഡ്, ഇതിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് ഈ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻ്റർഫേസസ് ആൻഡ് മീഡിയ. ഉള്ളതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ബിറ്റ്സ്. ഈ ഒരു ലെയറിൽ നമ്മളുടെ മെസ്സേജ് ബിറ്റ്സ് ഫോർമാറ്റിലായിരിക്കും. ദാറ്റ് ഈസ് സീക്വൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസ് ആയിരിക്കും. ദെൻ ഡേറ്റ റേറ്റ്. ഡേറ്റ റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ് സെൻഡ് പെർ സെക്കൻഡ്, സെൻഡ് ഈച്ച് സെക്കൻഡ് ആണ്. അപ്പോൾ ഈ ഡേറ്റ റേറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത് ഫിസിക്കൽ ലെയറാണ്. ദെൻ സിങ്ക്രണൈസേഷൻ ഓഫ് ബിറ്റ്സ്. ഈ സെൻഡറും റിസീവറും സെയിം ബിറ്റ് റേറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ രണ്ടിൻ്റെയും, സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും ബിറ്റ് റേറ്റ്സ് സിങ്ക്രണൈസ്ഡ് ആയിരിക്കണം അറ്റ് ദി ബിറ്റ് ലെവൽ. അപ്പോൾ ആ ഒരു സിങ്ക്രണൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ ഫിസിക്കൽ ലെയറാണ്. ദെൻ ഉള്ളതാണ് ലൈൻ കോൺഫിഗറേഷൻ. ലൈൻ കോൺഫിഗറേഷനിൽ ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ലിങ്ക്സ് അതൊക്കെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ദ ഫിസിക്കൽ ലെയർ ഇസ് കൺസേൺഡ് വിത്ത് ദ കണക്ഷൻ ഓഫ് ഡിവൈസസ് ടു ദ മീഡിയ. ഇൻ എ പോയിൻറ്റ് ടു പോയിൻറ്റ് കോൺഫിഗറേഷൻ, ടു ഡിവൈസസ് ആർ കണക്റ്റഡ് ടുഗെദർ ത്രൂ എ ഡെഡിക്കേറ്റഡ് ലിങ്ക്. ഇൻ എ മൾട്ടി പോയിൻറ്റ് കോൺഫിഗറേഷൻ, എ ലിങ്ക് ഇസ് ഷെയർഡ് ബിറ്റ്വീൻ സെവറൽ ഡിവൈസസ്. നെക്സ്റ്റ് വൺ ഫിസിക്കൽ ടോപ്പോളജി. പറഞ്ഞു ഫിസിക്കൽ ലെയറാണ് ഡേറ്റ ട്രാൻസ്മിഷൻ ഓർ രണ്ട് ഡിവൈസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഹൗ ഇറ്റ് ഈസ് കണക്റ്റഡ്, അതാണ് ഈ ഫിസിക്കൽ ടോപ്പോളജിയിൽ പറയുന്നത്. ഫിസിക്കൽ ടോപ്പോളജി ഡിഫൈൻസ് ഹൗ ഡിവൈസസ് ആർ കണക്റ്റഡ് ടു മേക്ക് എ നെറ്റ്വർക്ക്. ദെൻ ഉള്ളത് ട്രാൻസ്മിഷൻ മോഡ്സ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ മോഡ്സ് ഉണ്ടെന്ന് അറിയാം. സിംപ്ലെക്സ്, ഹാഫ് ഡ്യൂപ്ലെക്സ് ആൻഡ് ഫുൾ ഡ്യൂപ്ലെക്സ്. അപ്പോൾ ഏത് മോഡ് വെച്ചിട്ടാണ് ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നതും ഈ ഒരു ഫിസിക്കൽ ലെയറാണ്. അപ്പോൾ ഫിസിക്കൽ ലെയർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫിസിക്കൽ ലെയർ 3 മാർക്കിന് ചോദിച്ചാൽ ഈ ഒരു ഡയഗ്രാം വരയ്ക്കണം വിത്ത് ഇറ്റ്സ് ഫങ്ഷൻ, വാട്ട് ഇറ്റ് ഇസ് ഡൂയിങ് ആൻഡ് എക്സ്പ്ലെയിൻ ഈച്ച് പോയിൻറ്റ് വിത്ത് ദി ഇതിലുള്ള പോയിൻറ്റ്സ്, ഇതിലുള്ള സെൻറ്റൻസസ് വെച്ചിട്ട് ഓരോ പോയിൻറ്റ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് ഒന്നാണ് ഡേറ്റ ലിങ്ക് ലെയർ. ഫിസിക്കൽ ലെയറിന് മേലിലുള്ള ഒരു ലെയറാണ് ഡേറ്റ ലിങ്ക് ലെയർ. ഈ ഡേറ്റ ലിങ്ക് ലെയറിൽ വരുമ്പോൾ നമുക്ക് ഡേറ്റാസ് എല്ലാം ഫ്രെയിംസിൻ്റെ ഫോർമാറ്റിലായിരിക്കും. ആൻഡ് ദിസ് ലെയർ ഇസ് റെസ്പോൺസിബിൾ ഫോർ നോട്ട് ടു നോട്ട് ഡെലിവറി ഓഫ് ദി മെസ്സേജ്. ഇറ്റ് മേക്സ് ഷുവർ ഡേറ്റ ട്രാൻസ്ഫർ ഇസ് എറർ ഫ്രീ ഫ്രം വൺ നോട്ട് ടു അനദർ ഓവർ ദ ഫിസിക്കൽ ലെയർ. ഓക്കെ, ഈ ലെയർ വരുമ്പോൾ നമുക്ക് ഡേറ്റാസ് എല്ലാം ഫ്രെയിംസിൻ്റെ ഫോർമാറ്റിലായിരിക്കും. ഈ ലെയറിലാണ് ഡേറ്റ ട്രാൻസ്ഫർ എറർ ഫ്രീ ആണോ, വൺ നോട്ട് ടു അനദർ നോട്ട് പോകുന്ന ഡേറ്റാസൊക്കെ എറർ ഫ്രീ ആണോ എന്നൊക്കെ ഈ ഒരു ലെയറിൽ നമ്മൾ ചെക്ക് ചെയ്യും. ഇതാണ് ഡേറ്റ ലിങ്ക് ലെയറിൻ്റെ ഡയഗ്രാം. ഇതിൽ വരുമ്പോൾ നമ്മുടെ മെസ്സേജ് ഫ്രെയിംസ് ആയിരിക്കും. അപ്പോൾ ഓരോ ഫ്രെയിംസിലും ഇതാണ് ഒരു ഫ്രെയിമിൻ്റെ സ്ട്രക്ചർ. ഇതിലൊരു ഹെഡർ കാണും, ഹെഡ്സ്, പിന്നെ ഒരു ഡേറ്റ ആൻഡ് ടി എന്ന് പറയുന്നത് ട്രെയിലറാണ്. ഇതാണ് ഈ ഡേറ്റ ലിങ്ക് ലെയറിലുള്ള മെസ്സേജിൻ്റെ സ്ട്രക്ചർ. ഇതിൽ
ഈ ഹെഡർ പാർട്ടിൽ നമുക്ക് സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും മാക് അഡ്രസ്സ് കാണും. മാക് അഡ്രസ് ഇസ് എ 48-bit ഹാർഡ്വെയർ നമ്പർ വിച്ച് ഇസ് എംബഡഡ് ഇൻ NIC. അപ്പോൾ ഈ ഹെഡറിലുള്ളതാണ് മാക് അഡ്രസ്. ഹെഡറിൽ സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും മാക് അഡ്രസ് കാണും. പിന്നെ ഉള്ളത് ട്രെയിലർ. ഈ ട്രെയിലർ പാർട്ടിൽ ഇറ്റ് കണ്ടെയ്ൻസ് എ സപ്ലിമെൻറ്റ് ഡേറ്റ വിച്ച് ഇസ് ആഡഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഫ്രെയിം. ഇറ്റ് ഇൻക്ലൂഡ്സ് എറർ ചെക്കിംഗ് ഡേറ്റ. ഈ ട്രെയിലറിൽ ആക്ച്വലി ഈ ഡേറ്റയുടെ റിഡൻഡൻറ്റ് കോപ്പിയാണ് ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മളുടെ ഡേറ്റ എറർ ഫ്രീ ആയിട്ട് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ ട്രെയിലറാണ് എറർ കൺട്രോളിന് യൂസ് ചെയ്യുന്ന ഒരു പാർട്ട്. ഇപ്പോൾ ഡേറ്റ ലിങ്ക് ലെയറിൽ ഇങ്ങനെയായിരിക്കും ഡേറ്റാസ്, ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. ഇത് സെൻഡറാണ്, ഇത് റിസീവറാണ്. സെൻഡറിന് ഫ്രം നെറ്റ്വർക്ക് ലെയർ കിട്ടും ആൻഡ് അത് നമുക്ക് ഫ്രെയിംസിൻ്റെ ഫോർമാറ്റിലായിരിക്കും. ഫ്രെയിംസിൽ ഹെഡറുണ്ട്, ഡേറ്റ ഉണ്ട്, ട്രെയിലറുണ്ട്. ഹെഡറിൽ സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും മാക് അഡ്രസ്സ് കാണും. പിന്നെ ട്രെയിലറിൽ ഡേറ്റയുടെ ഒരു റിഡൻഡൻറ്റ് കോപ്പി കാണും. ഇനി ഇത് പോകുന്നത് ഫിസിക്കൽ ലെയറിലായിരിക്കും. ഫിസിക്കൽ ലെയറിൽ പോകുമ്പോൾ ബിറ്റ്സിൻ്റെ ഫോർമാറ്റിൽ മാറും. ദെൻ ഫ്രം ഫിസിക്കൽ ലെയർ അടുത്ത ഡിവൈസിൻ്റെ ഫിസിക്കൽ ലെയർ പോവും. അവിടെ നിന്ന് അടുത്ത ഡിവൈസിൻ്റെ നെറ്റ്വർക്ക് ലെയർ പോവും. ഇങ്ങനെ കറങ്ങിപ്പോയി റിസീവറിൻ്റെ ആപ്ലിക്കേഷൻ ലെയറിലോട്ട് പോവും. ഈ ഡേറ്റ ലിങ്ക് ലെയറിൻ്റെ ഫങ്ഷണാലിറ്റീസാണ് ഫ്രെയിമിംഗ്, ഫിസിക്കൽ അഡ്രസ്സിംഗ്, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ ആൻഡ് ആക്സസ് കൺട്രോൾ. ഇതിൽ ഫ്രെയിമിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മെസ്സേജിനെ നമ്മൾ ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് ഫ്രെയിമിംഗ്. ഫിസിക്കൽ അഡ്രസ് മീൻസ് മാക് അഡ്രസ്സാണ് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഫിസിക്കൽ അഡ്രസ്സിംഗ്. ദെൻ ഉള്ളതാണ് ഫ്ലോ കൺട്രോൾ. ഫ്ലോ കൺട്രോൾ ഇസ് if the rate at which the data is absorbed by the receiver is less than the rate produced by the sender, the data link layer imposes a flow control mechanism to overwhelming the receiver. ഇപ്പോൾ ഡേറ്റ റേറ്റ് സെൻഡറിനും റിസീവറിനും ഡേറ്റ റേറ്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ അവിടെ കുറച്ച് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലോ കൺട്രോൾ മെക്കാനിസംസ് ഒക്കെ യൂസ് ചെയ്യും. പിന്നെ ഉള്ളതാണ് എറർ കൺട്രോൾ. നമ്മൾ അയക്കുന്ന ഡേറ്റ എറർ ഫ്രീ ആയിട്ട് റീച്ച് ആവുന്നുണ്ടോ, ഇടയ്ക്ക് എന്തെങ്കിലും ഫ്രെയിംസ് ഒക്കെ ലോസ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫ്രെയിംസ് ഡാമേജ് ആയിട്ടുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് എറർ കൺട്രോളാണ്. ആൻഡ് ഇത് ചെക്ക് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രെയിലേഴ്സ് ആയിരിക്കും. എറർ കൺട്രോൾ ഇസ് നോർമലി അച്ചീവ്ഡ് ത്രൂ എ ട്രെയിലർ ആഡഡ് ടു ദ എൻഡ് ഓഫ് ദി ഫ്രെയിം. പിന്നുള്ളത് ആക്സസ് കൺട്രോൾ. ഇപ്പോൾ നമുക്ക് 2 ഡിവൈസ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രം വൺ ഡിവൈസ് ടു അനദർ ഡിവൈസ് ഈസി ആയിട്ട് ഷെയർ ചെയ്യാം. അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒരു മിസ് മാച്ചിങ് ഒന്നും നടക്കത്തില്ല. ബട്ട് ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതിൽ നമ്പർ ഓഫ് ഡിവൈസസ് കാണും, കുറേ ഡിവൈസസ് ഇങ്ങനെ കാണും. അപ്പോൾ ഏത് ഡിവൈസിൻ്റെ കൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ A to B ആണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു നെറ്റ്വർക്കിൽ 4 ഡിവൈസസ് ഉണ്ടെന്ന് വയ്ക്കാം. ABCD 4 ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ഞാൻ A to B ആണ് മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ A to B കറക്റ്റായിട്ടാണോ മെസ്സേജ് പോകുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്സസ് കൺട്രോൾ യൂസ് ചെയ്യും. When 2 or more devices are connected to the same link, data link layer protocols are necessary to determine which device has a control over the link at any given time. ഏത് ഡിവൈസിനാണോ അത് എടുക്കാനുള്ള കൺട്രോൾ ഉള്ളത് ആ ഡിവൈസിലോട്ട് നമ്മൾ ഡേറ്റാസ് സെൻഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത് ഡേറ്റാസിനെ ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. പിന്നെ ഫിസിക്കൽ അഡ്രസ്സിംഗ് നമ്മൾ അതിനൊരു ഫിസിക്കൽ അഡ്രസ്സ് കൊടുക്കുന്നത്, ലൈക്ക് സെൻഡറിൻ്റെ മാക് അഡ്രസ്സും കൊടുക്കും, റിസീവറിൻ്റെ മാക് അഡ്രസ്സും കൊടുക്കും. മാക് അഡ്രസ്സാണ് ഫിസിക്കൽ അഡ്രസ്സ്. ഇത്രയേ ഉള്ളൂ ഡേറ്റ ലിങ്ക് ലെയർ. ഇതൊക്കെ SIക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഇങ്ങനെ SIക്കും ചോദിക്കാം, മേ ബി 3 മാർക്കിനും ചോദിക്കാം. ഇങ്ങനെ ചോദിച്ചാലും ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് എഴുതണം, ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കണം, ആൻഡ് ഇതിൻ്റെ ഫങ്ഷണാലിറ്റീസ് എഴുതണം. ഇപ്പോൾ 3 മാർക്കാണെങ്കിൽ ജസ്റ്റ് ഈ ഫങ്ഷണാലിറ്റീസിൻ്റെ പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി. 6 മാർക്കാണെങ്കിൽ ഈ ഓരോ പോയിൻറ്റ്സും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ദെൻ ഇതിൽ പഠിക്കാനുള്ള ഒരു ചെറിയ ടോപ്പിക്കുണ്ട്, ഹോപ്പ് ടു ഹോപ്പ് ഡെലിവറി. ഇതിൻ്റെ ഡെഫിനേഷൻ മാത്രം പറയാം. The function of the MAC is to manage how data is transported from one network to another network on a direct physical basis, and this is referred to as hope to hope delivery. MACൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡേറ്റ ഒരു നെറ്റ്വർക്കിൽ നിന്ന് വേറെ നെറ്റ്വർക്കിലോട്ട് ഇങ്ങനെയാണ് ട്രാൻസ്പോർട്ടായി പോകുന്നത്, അത് മാനേജ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് MACനുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ റെഫർ ചെയ്യുന്നതാണ് ഹോപ്പ് ടു ഹോപ്പ് ഡെലിവറി. ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ ഡെഫിനേഷൻ. മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി.
The function of the MAC is to manage how data is transported from one network node to another on a direct physical basis, and it is referred to as hope-to-hope delivery. ഇനിയുള്ള അടുത്ത ലെയറാണ് നെറ്റ്വർക്ക് ലെയർ. ഈ നെറ്റ്വർക്ക് ലെയറിന് ഡേറ്റ കിട്ടുന്നത് ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്നായിരിക്കും. ഫ്രം ട്രാൻസ്പോർട്ട് ലെയറാണ് നമുക്ക് നെറ്റ്വർക്ക് ലെയറിന് ഡേറ്റാസ് കിട്ടുന്നത്. ആൻഡ് ഈ നെറ്റ്വർക്ക് ലെയറിൽ നമ്മളുടെ ഡേറ്റാസ് പാക്കറ്റിൻ്റെ ഫോമിലായിരിക്കും. The data in network layer is in the form of packets. ഇനി ഓരോ പാക്കറ്റും 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പാക്കറ്റിൽ 2 പാർട്ടാണുള്ളത്. ഒരു ഹെഡർ പാർട്ട്, പിന്നെ ഉള്ളത് ഡേറ്റ പാർട്ട്. അങ്ങനെ ഓരോ പാക്കറ്റിലും 2 പാർട്ടുണ്ട്. ഈ ഹെഡർ പാർട്ടിൽ ലോജിക്കൽ അഡ്രസ്സിങ് ഒരു IP അഡ്രസ്സിങ് ആണ് കൊടുക്കുന്നത്. The header part usually contains a logical address. ലോജിക്കൽ അഡ്രസ്സിനെ നമ്മൾ IP അഡ്രസ്സ് എന്നും പറയും. ആൻഡ് ഡേറ്റാസിൽ നമ്മളുടെ ഡേറ്റ ആണ് ഡേറ്റ പാർട്ടിലുള്ളത്. ആൻഡ് ഈ നെറ്റ്വർക്ക് ലെയർ ഇസ് റെസ്പോൺസിബിൾ ഫോർ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡെലിവറി ഓഫ് എ പാക്കറ്റ്. ഈ നെറ്റ്വർക്ക് ലെയറിൻ്റെ 2 മെയിൻ ഫങ്ഷണാലിറ്റീസാണ് ലോജിക്കൽ അഡ്രസ്സിങ് ആൻഡ് റൂട്ടിംഗ്. ലോജിക്കൽ അഡ്രസ് മീനിങ് നമ്മൾ IP അഡ്രസ്സ് കൊടുക്കുന്നു. ഈ ലെയറിലാണ് IP അഡ്രസ് ഓർ ലോജിക്കൽ അഡ്രസ്സിങ് കൊടുക്കുന്നത്. ഈ ലെയറിലുള്ള പാക്കറ്റ്സിൻ്റെ ഹെഡർ പാർട്ടിൽ നമ്മൾ ലോജിക്കൽ അഡ്രസ് കൊടുക്കും. അതാണ് ലോജിക്കൽ അഡ്രസ്സിങ്. ദെൻ റൂട്ടിംഗ് മീൻസ് ഒരേ നെറ്റ്വർക്കിൽ ഇപ്പോൾ മോർ ദാൻ 1 ഡിവൈസസ് കാണും. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡേറ്റ നമ്മളുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. ആൻഡ് അത് ഷോർട്ടസ്റ്റ് റൂട്ട് ഏതാണോ അത് സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്യും. അതാണ് റൂട്ടിംഗ്. Logical addressing. The physical addressing implemented by the data link layer handles the addressing problem locally. If a packet passes the network boundary, we need another addressing system to help distinguish the source and destination systems. The network layer adds a header to the packet coming from the upper layer that, among other things, including the logical addresses of the sender and receiver. MAC അഡ്രസ്സിൽ നമ്മൾ ഫിസിക്കൽ അഡ്രസ്സിങ്ങിൽ നമ്മൾ MAC അഡ്രസ്സാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ അയക്കുന്ന മെസ്സേജ് വേറൊരു നെറ്റ്വർക്കിലുള്ള ഡിവൈസ് ആണെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അഡ്രസ്സ് വേണം. അതിനാണ് നമ്മൾ ലോജിക്കൽ അഡ്രസ്സിങ് കൊടുക്കുന്നത്. ദെൻ റൂട്ടിംഗ് ഈസ് നത്തിങ് ബട്ട് സെലക്ഷൻ ഓഫ് ബെസ്റ്റ് പാത്ത് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. ഇതാണ് റൂട്ടിംഗ്. ആൻഡ് ഈ നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റൂട്ടേഴ്സ് ആൻഡ് സ്വിച്ചേഴ്സ്. ഇതൊക്കെ നമ്മൾ നെറ്റ്വർക്ക് ലെയറിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ IP അഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞു. ഈ IP അഡ്രസ്സ് 2 ടൈപ്പാണ് ഉള്ളത്. ബേസ്ഡ് ഓൺ അഡ്രസ്സിങ് സ്കീം ബേസ് ചെയ്തിട്ട് IP അഡ്രസ്സ് 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. IPv4 ആൻഡ് IPv6. IP മീൻസ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. അപ്പോൾ IPv4 ഇസ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വേർഷൻ 4 ആൻഡ് IPv6 ഇസ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വേർഷൻ 6. ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് അറിഞ്ഞു വച്ചിരിക്കണം. ആൻഡ് നോർമലി IP അഡ്രസ്സ് എന്ന് പറയുന്നത് യൂണിക് സ്ട്രിങ്സ് ഓഫ് നമ്പേഴ്സ് ആണ്. ആൻഡ് ഇതിനെ നമ്മൾ ഡോട്ട് വെച്ച് സെപ്പറേറ്റ് ചെയ്യും, കോളൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യും. ഡോട്ട് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് IPv4 ആയിരിക്കും, IPv4. ആൻഡ് കോളൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത് IPv6 ആയിരിക്കും. ആൻഡ് ഇത് അഡ്രസ്സിങ് സ്കീം വെച്ചിട്ട് IPv4 IPv6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. IPv4 ആണെങ്കിൽ 32 ബിറ്റ് അഡ്രസ്സിങ് ആണ്. ആൻഡ് ഇതിൽ ഒക്ടറ്റ്സ് ആണ് ഉള്ളത്. ടോട്ടൽ 4 ഒക്ടറ്റ്. ഒക്ടറ്റിൻ്റെ സൈസ് 8 ബിറ്റാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് 4 × 8, അപ്പോൾ 32 ബിറ്റ്സ്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് 198.155.1.18 ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് IPv4ൻ്റെ എക്സാമ്പിളാണ്. ഇനിയുള്ളത് IPv6. IPv6 ഇസ് 128 ബിറ്റ് അഡ്രസ്സിങ്. ആൻഡ് ഇതിനെ it is represented as 8 groups of 4 hexadecimal digits. 8 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 8 groups of 4 hexadecimal digits. ഓരോ ഗ്രൂപ്പിലും 16 ബിറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ടോട്ടൽ 128 ബിറ്റ് റെപ്രസെൻറ്റേഷനാണ്. ഇനി ബേസ്ഡ് ഓൺ യൂസേജ് ആണെങ്കിൽ നമുക്ക് IP അഡ്രസ്സിനെ 2 ടൈപ്സ് ആയിട്ട് അഗെയിൻ ഡിവൈഡ് ചെയ്യാം, പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. പബ്ലിക് അഡ്രസ് ഒരു യൂണീക്ക് അഡ്രസ്സാണ് അക്രോസ് ദി എൻറ്റയർ നെറ്റ്വർക്ക്. ഇറ്റ് അസൈൻ ടു എവറി ഡിവൈസ് ദറ്റ് ഡയറക്റ്റ്ലി ആക്സസ് ഇൻ്റർനെറ്റ് ഫ്രം എനിവെയർ. നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്താൽ നമുക്കൊരു IP അഡ്രസ്സ് കാണും. ഇനി ഇതാണ് പബ്ലിക്. ഇനി പ്രൈവറ്റ് ആണെങ്കിൽ ഒരു പ്രൈവറ്റ് ഒരു ലോക്കൽ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന IP അഡ്രസ്സാണ് പ്രൈവറ്റ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ പ്രൈവറ്റ് IP അഡ്രസ് ഉള്ള ഡിവൈസസിന് നെറ്റ്വർക്കിലുള്ള ബാക്കി ഡിവൈസസുമായിട്ട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു മെക്കാനിസം വേണം. അതാണ് NAT.
NAT എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോസസ് വെർ മൾട്ടിപ്പിൾ ലോക്കൽ IP അഡ്രസ് ആർ മാപ്ഡ് ടു എ സിംഗിൾ പബ്ലിക് IP അഡ്രസ്. അപ്പോൾ പബ്ലിക് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഓവർ ദ നെറ്റ്വർക്ക്. പ്രൈവറ്റ് ആണെങ്കിൽ അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ അവിടെ പ്രൈവറ്റ് IP അഡ്രസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ട്രാൻസ്ലേഷൻ മെക്കാനിസമാണ് NAT. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, പഠിക്കണം എന്നില്ല. ഇനി ഇത്രേ ഉള്ളൂ IP അഡ്രസ്സ്. ഇനി ഈ നെറ്റ്വർക്ക് ലെയറിൻ്റെ ഫങ്ഷണാലിറ്റീസ് പറഞ്ഞ് ലോക്കൽ അഡ്രസ്സിങ് ആൻഡ് റൂട്ടിംഗ് എന്ന്. ഇനിയുള്ളതാണ് ട്രാൻസ്പോർട്ട് ലെയർ. ഈ ട്രാൻസ്പോർട്ട് ലെയർ അതിൻ്റെ നെയിമിൽ തന്നെ ഉണ്ട്. ഈ ലെയറിൽ ട്രാൻസ്പോർട്ടേഷനാണ് നടക്കുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ നോട്ട് ടു നോട്ട് ഡെലിവറി ഓഫ് കംപ്ലീറ്റ് മെസ്സേജിനെ നോട്ട് ടു നോട്ട് ഡെലിവറി ചെയ്യുന്നതാണ് ഈ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി. ആൻഡ് ഈ ഒരു ലെയറിൽ വരുമ്പോൾ മെസ്സേജസ് നമ്മൾ സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഫിസിക്കൽ ലെയർ, അതിൽ ബിറ്റ് സ്ട്രിങ് ഫോർമാറ്റിലായിരിക്കും. ദെൻ ഡേറ്റ ലിങ്ക് ലെയർ, അതിൽ ഫ്രെയിംസ് ആയിരിക്കും. ദെൻ നെറ്റ്വർക്ക് ലെയർ, അതിൽ പാക്കറ്റ്സ് ആയിരിക്കും. ഇപ്പോൾ ഉള്ളത് ട്രാൻസ്പോർട്ട് ലെയർ, ഇതിൽ സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓരോ സെഗ്മെൻറ്റിലും സീക്വൻസ് നമ്പർ കാണും. സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് യുണീക്ക് നമ്പറാണ് യൂസ് ടു ഐഡൻറ്റിഫൈ ദി സെഗ്മെൻറ്റ്സ്. ഇനി ഇതിൽ പറഞ്ഞു സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന്. ഈ സെഗ്മെൻറ്റ്സിൽ ഓരോ സെഗ്മെൻറ്റ്സിലും ഹെഡർ പാർട്ട് കാണും. ആ ഒരു ഹെഡർ പാർട്ടിൽ പോർട്ട് നമ്പറാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് MAC അഡ്രസ്സ് വെച്ചിട്ട് ഏത് ഡിവൈസിലോട്ടാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ലോജിക്കൽ അഡ്രസ്സ് വെച്ചിട്ട് IP അഡ്രസ്സ് ഏത് നെറ്റ്വർക്കിലാണ് പോകുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ നിന്ന് വേറൊരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷനിലോട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അഡ്രസ്സൊന്നുമില്ല. അപ്പോൾ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോർട്ട് നമ്പർ യൂസ് ചെയ്യുന്നത്. പോർട്ട് നമ്പറിൽ നമ്മൾ ഫ്രം വൺ ആപ്ലിക്കേഷൻ വി ആർ സെൻഡിങ് ഡേറ്റ ടു ദി അതർ ആപ്ലിക്കേഷൻ നമ്പർ. അപ്പോൾ അതിൻ്റെ പോർട്ട് നമ്പറാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. We need a logical address to communicate with a specific application called port number. ഇനി വെബ് പേജ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പോർട്ട് നമ്പർ 80 ആണ്. അൺഎൻക്രിപ്റ്റഡ് HTTP ആണെങ്കിൽ പോർട്ട് നമ്പർ 80. പിന്നെ സെക്യൂർഡ് HTTP ആണെങ്കിൽ പോർട്ട് നമ്പർ 43. ദെൻ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണെങ്കിൽ അതിൻ്റെ പോർട്ട് നമ്പർ 21 ആണ്. ആൻഡ് ഈ പോർട്ട് നമ്പർ ഐഡൻറ്റിഫിക്കേഷൻ എല്ലാം നടക്കുന്നത് ട്രാൻസ്പോർട്ട് ലെയറിലാണ്. ഈ ട്രാൻസ്പോർട്ട് ലെയർ ഇപ്പോൾ മെസ്സേജ് സക്സസ്ഫുള്ളി ഡെലിവർ ആയി എങ്കിൽ ഫ്രം ദ റിസീവർ സൈഡ് സെൻഡർ വിൽ ഗെറ്റ് എൻ അക്നോളജ്മെൻറ്റ്. സക്സസ്ഫുൾ ആയില്ലെങ്കിൽ ഇറ്റ് നീഡ്സ് ടു റീസെൻഡ് ദി മെസ്സേജ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റീട്രാൻസ്മിറ്റ്സ് ദ ഡേറ്റ ഇൻ കേസ് ഓഫ് എറർ. എന്തെങ്കിലും എറർ എന്തെങ്കിലും മെസ്സേജ് ലോസ് ആയാൽ ഈ ട്രാൻസ്പോർട്ട് ലെയറാണ് ഇതിൻ്റെ മെസ്സേജിനെ റീട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ നമ്മൾ ഫ്ലോ കൺട്രോൾ ആൻഡ് എറർ കൺട്രോൾ മെക്കാനിസംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ 2 ടൈപ്പ് ഓഫ് കണക്ഷനാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് കണക്ഷൻ ലെസ്. കണക്ഷൻ ഓറിയൻറ്റഡ് ആണെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾസ് ആണ് TCP IP. ആൻഡ് കണക്ഷൻ ലെസ് ആണെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് UDP. ഈ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫങ്ഷണാലിറ്റീസ് ആണ്. ഫസ്റ്റ് വൺ സർവീസ് പോയിൻ്റ് അഡ്രസ്സിങ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പോർട്ട് അഡ്രസ്സ്. നമ്മൾ ഇതിൽ പോർട്ട് അഡ്രസ്സും കൂടി കൊടുക്കുന്നുണ്ട് സെഗ്മെൻറ്റ്സിൽ. ദെൻ സെഗ്മെൻറ്റേഷൻ ആൻഡ് റീഅസംബ്ലി. നമ്മൾ ഇവിടെ ഫ്രം ദ സെൻഡർ മെസ്സേജ് പോകുമ്പോൾ അതിൻ്റെ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ടാണ് ആ മെസ്സേജ് സെൻഡ് ആവുന്നത്. ദെൻ റിസീവറിലോട്ട് അത് എത്തുമ്പോൾ നമ്മൾ ഈ സെഗ്മെൻറ്റ്സിലെല്ലാം റീഅസംബിൾ ചെയ്തിട്ട് ഒറിജിനൽ മെസ്സേജ് എന്തായിരുന്നോ ആ ഒരു ഫോമാറ്റിൽ കൺവേർട്ട് ചെയ്യണം. അതാണ് റീഅസംബ്ലി. ദെൻ കണക്ഷൻ കൺട്രോൾ, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ ഇതെല്ലാം ഈ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫങ്ഷണാലിറ്റീസാണ്. ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് സെഷൻ ലെയർ. ഈ സെഷൻ ലെയറിനെ നമ്മൾ നെറ്റ്വർക്ക് ഡയലോഗ് കൺട്രോളർ എന്ന് പറയും. ഡയലോഗ് മീൻസ് കണക്ഷൻ. ഈ സെഷൻ ലെയറാണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിൻ്റെ ഇടയ്ക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിനെ സിങ്ക്രണൈസ് ചെയ്യുന്നതും പിന്നെ ഇൻട്രാക്ഷൻ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ഈ സെഷൻ ലെയറാണ്. ഇതിൻ്റെ ഫങ്ഷണാലിറ്റീസ് എന്ന് പറയുന്നത് ഡയലോഗ് കൺട്രോളും സിങ്ക്രണൈസേഷനാണ്. ഡയലോഗ് കൺട്രോൾ ഇസ് നത്തിങ് ബട്ട് മാനേജിങ് കമ്മ്യൂണിക്കേഷൻ മോഡ്സ്. പിന്നെ സിങ്ക്രണൈസേഷൻ ഇതെല്ലാം ഈ സെഷൻ ലെയറിൻ്റെ വർക്ക്സ് ആണ്. ഈ സെഷൻ ലെയറിൽ നമ്മളുടെ എൻറ്റയർ മെസ്സേജ് ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എൻറ്റയർ മെസ്സേജ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ലോജിക്കൽ യൂണിറ്റ്സ് കോൾഡ് ആക്ടിവിറ്റീസ്. എ ഹെഡർ പാർട്ട് ഇസ് ദർ. ഇത് ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ്. ഇതിലുള്ള ഫസ്റ്റ് പാർട്ട് ഹെഡർ, സെക്കൻഡ് പാർട്ട് സിങ്ക്രണൈസേഷൻ ചെക്ക് പോയിൻറ്റ്,
പിന്നെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിങ്ക്രണൈസേഷൻ ചെക്ക് പോയിൻ്റ് ഉണ്ട് ഈ ഡേറ്റാസിൻ്റെ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ വാട്ട് ഈസ് സിങ്ക്രണൈസേഷൻ എന്ന് നോക്കാം. ആഡിങ് ചെക്ക് പോയിൻറ്റ്സ് ഇൻ ദ ഡേറ്റ സ്ട്രീം അലോയിങ് ദ സെഷൻസ് ടു ബി റീസ്റ്റോർഡ് ടു എ സ്പെസിഫിക് സ്റ്റേറ്റ് ഇഫ് എ കണക്ഷൻ ഇസ് ലോസ്റ്റ്. നമ്മളുടെ ട്രാൻസ്പോർട്ട് ലെയറിൽ എന്തെങ്കിലും മെസ്സേജ് ലോസോ ഓർ മെസ്സേജ് ഡേറ്റ എറർ എന്തെങ്കിലും വന്നാൽ നമ്മളതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യും. ഫ്രം ദ ബിഗിനിങ് റീട്രാൻസ്മിറ്റ് ചെയ്യും. ബട്ട് ഇൻ സെഷൻ ലെയർ അങ്ങനെ എന്തെങ്കിലും എറർ വന്നാൽ എവിടെയാണോ എറർ വന്നത് അവിടെ വെച്ച് നിർത്തിയിട്ട് അവിടെയുള്ള മെസ്സേജ് മാത്രം റീട്രാൻസ്മിറ്റ് ചെയ്യും ചെക്ക് പോയിൻറ്റിൽ. അതിനാണ് നമ്മൾ ചെക്ക് പോയിൻ്റ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരാണ് സിങ്ക്രണൈസേഷൻ. ഇപ്പോൾ ഇവിടെ ഒരു സിങ്ക്രണൈസേഷൻ പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ ഒരു പോയിൻ്റ് വെച്ചാണ് നമുക്ക് എറർ വന്നതെങ്കിൽ ഇതുവരെയുള്ളത് ഓക്കെയാണ്. ഇവിടെയാണ് നമുക്ക് എറർ വന്നിട്ടുള്ളതെങ്കിൽ ഫ്രം ദിസ് പോയിൻ്റ് വിൽ റീട്രാൻസ്മിറ്റ് മെസ്സേജ്. ഇവിടെ ഉള്ളത് മാത്രം ഫ്രം ദിസ് പോയിൻ്റ് മാത്രം നമ്മൾ മെസ്സേജിനെ റീട്രാൻസ്മിറ്റ് ചെയ്ത് അയക്കും. നമ്മൾ ഫ്രം ദ ബിഗിനിങ് റീസ്റ്റാർട്ട് ചെയ്യത്തില്ല. എവിടെയാണോ നമുക്ക് ലോസ് ആയത് അവിടെ നിന്ന് മാത്രം നമ്മൾ അയക്കും. അതാണ് സിങ്ക്രണൈസേഷൻ. അതിനാണ് നമ്മളിങ്ങനെ ചെക്ക് പോയിൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. Then resynchronization, meaning process of restoring a session to a known state after network interpretation or distraction happens. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ചെക്ക് പോയിൻറ്റ്സ് വെച്ചിട്ട് ഇവിടെ വെച്ച് ഒരു എറർ വന്നു. അപ്പോൾ ഇവിടെ എറർ വരുമ്പോൾ നമ്മൾ പിന്നെ മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നത് ഫ്രം ദിസ് പോയിൻ്റ് ആയിരിക്കും. ഇത്രയും മെസ്സേജ് ഓക്കെയാണ്. അപ്പോൾ ഇവിടെയാണ് എറർ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റാണ് നമുക്ക് ഡിസ്ട്രാക്ഷൻ ആയത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എഗെയിൻ മെസ്സേജ് പാസ് ചെയ്യും. ഇതിൻ്റെ പേരാണ് റീസിങ്ക്രണൈസേഷൻ. പ്രോസസ് ഓഫ് റീസ്റ്റോറിങ് എ സെഷൻ ടു എ നോൺ സ്റ്റേറ്റ് ആഫ്റ്റർ നെറ്റ്വർക്ക് ഇൻറ്ററപ്ഷൻ ഓർ ഡിസ്ട്രാക്ഷൻ. ഇനി ഈ സെഷൻ ലെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾസാണ് RPCP, റിമോട്ട് പ്രൊസീജിയർ കോൾ പ്രോട്ടോക്കോൾ, പിന്നെ ADSP, ആപ്പിൾ ടോക്ക് ഡേറ്റ സ്ട്രീം പ്രോട്ടോക്കോൾ, RTCP, റിയൽ ടൈം ട്രാൻസ്പോർട്ട് കൺട്രോൾ പ്രോട്ടോക്കോൾ, then PPTP, പോയിൻ്റ് ടു പോയിൻ്റ് ടണലിംഗ് പ്രോട്ടോക്കോൾ, SDT, സോക്കറ്റ് ഡയറക്റ്റ് പ്രോട്ടോക്കോൾ, PIP, പാസ്വേഡ് ഒത്തൻറ്റിക്കേഷൻ പ്രോട്ടോക്കോൾ. ഇതൊക്കെ നമ്മൾ സെഷൻ ലെയറിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾസാണ്. ദെൻ ഉള്ളതാണ് പ്രസൻറ്റേഷൻ ലെയർ. ഈ പ്രസൻറ്റേഷൻ ലെയറിനെ നമ്മൾ ട്രാൻസ്ലേഷൻ ലെയർ എന്ന് പറയും, ഓർ ഡേറ്റ ട്രാൻസ്ലേറ്റർ ലെയർ എന്നും പറയും. ഈ ഒരു ലെയറിന് മെസ്സേജ് കിട്ടുന്നത് ഫ്രം ആപ്ലിക്കേഷൻ ലെയർ ആയിരിക്കും. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ മെസ്സേജ് കൊടുക്കുന്നത് സെഷൻ ലെയറിലായിരിക്കും. ഇതിൽ 2 പാർട്ടാണുള്ളത്. ഹെഡർ പാർട്ടുണ്ട്, ഡേറ്റ പാർട്ടുണ്ട്. ഈ ഒരു ലെയറിൽ നമ്മൾ ഡേറ്റാസിനെ ഏത് ഫോമാറ്റിലാണോ വേണ്ടത്, റിക്വയർഡ് ഫോമാറ്റിലോട്ട് നമ്മളുടെ ഡേറ്റാവിനെ മാനിപ്പുലേറ്റ് ചെയ്യും, അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യും. നമ്മളുടെ ഒറിജിനൽ ഡേറ്റാവിനെ റിക്വയർഡ് ഫോമാറ്റിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതിനാണ് ഇതിനെ ട്രാൻസ്ലേഷൻ ലെയർ എന്നും പറയുന്നത്. ആൻഡ് ഈ ഒരു ലെയർ സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ് ഓഫ് ദ മെസ്സേജിൻ്റെ സിൻടാക്സ്, സെമാൻറ്റിക്സ് ഇതുമായിട്ടും ഡീൽ ചെയ്യും. സോ ഈ ലെയറിനെ നമ്മൾ സിൻടാക്സ് ലെയർ എന്നും പറയും. പിന്നെ നമ്മളുടെ ബാൻഡ് വിത്ത് ഒപ്റ്റിമൈസ് ചെയ്യാനും സ്പീഡൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലെയറിൽ നമ്മൾ മെസ്സേജിനെ കംപ്രസ് ചെയ്യും. ഇറ്റ് ഓൾസോ കംപ്രസസ് ദ മെസ്സേജ് ടു ഒപ്റ്റിമൈസ് ദ ബാൻഡ് വിത്ത് ആൻഡ് സ്പീഡ്. ദെൻ എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ എല്ലാം നടക്കുന്നത് ഈ ഒരു പ്രസൻറ്റേഷൻ ലെയറിലാണ്. ഇത്രയേ ഉള്ളൂ പ്രസൻറ്റേഷൻ ലെയർ. ഇതിനെ നമ്മൾ ഡേറ്റ റിസീവ് ചെയ്യുന്നത് ഫ്രം ആപ്ലിക്കേഷൻ ലെയറിലായിരിക്കും. ഇതിനെ നമ്മൾ ട്രാൻസ്ലേഷൻ ലെയർ എന്ന് പറയും. ബിക്കോസ് ഇറ്റ് മാനിപ്പുലേറ്റ്സ് ദ ഡേറ്റ ആസ് പെർ ദ റിക്വയർഡ് ഫോമാറ്റ് ആൻഡ് ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് ദ സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ് ഓഫ് ദ മെസ്സേജ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിൻടാക്സ് ലെയർ. ആൻഡ് മെസ്സേജ് ബാൻഡ് വിത്തിനെ ഒപ്റ്റിമൈസ് ചെയ്യാനും സ്പീഡിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെസ്സേജിനെ കംപ്രസ് ചെയ്യും. ആൻഡ് എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ എല്ലാം നടക്കുന്നത് ഈ ഒരു ലെയറിലാണ്. ഉള്ളത് അപ്ലിക്കേഷൻ ലെയറാണ്. അപ്ലിക്കേഷൻ ലെയറിലാണ് ആക്ച്വൽ ഇൻട്രാക്ഷൻ നടക്കുന്നത്. ഇറ്റ് ഈസ് ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദ ആപ്ലിക്കേഷൻ. സോ അവിടെ ഒരു ഇൻറ്ററാക്ഷനാണ് നടക്കുന്നത്. ഇതിൽ യൂസേഴ്സിന് ഈ ലെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് OSI മോഡലിലുള്ള ടോപ്പ് മോസ്റ്റ് ലെയർ. ഇതിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾസാണ് HTTP, FTP, DNS ഇതെല്ലാം. ഇതിൻ്റെ ഫങ്ഷണാലിറ്റീസാണ് ഡേറ്റ റെപ്രസെൻറ്റേഷൻ. ഇറ്റ് എൻഷോർസ് ദ ഡേറ്റ ഇൻ റീഡബിൾ ഫോമാറ്റ് ഫോർ ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ. ഇതാണ് യൂസറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ലെയർ. അപ്പോൾ ഡേറ്റാസ് എല്ലാം റീഡബിൾ ഫോമാറ്റിലായിരിക്കണം. അപ്പോൾ അത് റീഡബിൾ ഫോമാറ്റിലാണോ ഉള്ളതെന്ന് എൻഷുർ ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷൻ ലെയറാണ്. പിന്നെ ഇൻക്ലൂഡിങ് ഇതിൽ ട്രാൻസ്ലേഷൻ, കംപ്രഷൻ, എൻക്രിപ്ഷൻ എല്ലാം തന്നെ ഇൻക്ലൂഡ് ആവും. ദെൻ ഇത് ആക്ടേഴ്സ് നെറ്റ്വർക്ക് വിർച്വൽ ടെർമിനൽ. ഇതാണ് ഡയറക്റ്റ് ഡീൽസ് വിത്ത് യൂസർ. സോ യൂസേഴ്സുമായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് വിർച്വൽ ടെർമിനൽ പോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ലെയർ
ആക്റ്റീവ്. ദെൻ ഇത് ഫയൽ ട്രാൻസ്ഫർ, ആക്സസ് മാനേജ്മെൻറ്റ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യും ടു ദ യൂസേഴ്സ്. പിന്നെ ഇതിൻ്റെ എക്സാമ്പിളാണ് മെയിൽ സർവീസസ്. മെയിൽ സർവീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് SMTP ആണ്, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ആൻഡ് ഇതിൻ്റെ പോർട്ട് നമ്പർ 25 and 587. ദെൻ ഡയറക്ടറി സർവീസസ് ഇതെല്ലാം തന്നെ ആപ്ലിക്കേഷൻ ലെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ OSI മോഡൽ. ദെൻ ഇതിലുള്ള ഒരു പോയിൻ്റ് വിട്ടുപോയി, ഓരോ ലെയേഴ്സ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർഫേസസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് OSI മോഡൽ. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്